റാക്കറ്റ് പിടിക്കുന്ന എപ്പോഴും ഒരു ഹരമാണ്. നമ്മളുടെ പേരിൻ്റെ കൂടെ ഫ്രം ഇന്ത്യ എന്ന് വിളിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ്. അപ്പോൾ എനിക്കൊരു മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു, അദ്ദേഹം അത് കണ്ടോ, കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കുമോ. പ്ലെയറിൽ നിന്നും ഒരു അമ്പയറിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ അത് ഇച്ചിരി പാടുള്ളൊരു ഫീൽഡാണ്. എനിക്കറിയാം, എൻ്റെ അമ്മ എല്ലാം ചില്ലായിരിക്കും. എൻ്റെ പേര് ബിന്ദു MS. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ഏജിസ് ഓഫീസിൽ ട്രിവാൻഡ്രം വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഫോമർ ടേബിൾ ടെന്നീസ് പ്ലെയറാണ്. ഇപ്പോൾ കറൻ്റ്ലി ഗോൾഡ് ബാഡ്ജ് അമ്പയറായിട്ട് ഇന്ത്യയിൽ രണ്ടാമത്തെ വ്യക്തിയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ലേഡിയാണ് ഗോൾഡ് ബാഡ്ജ് അമ്പയർ സ്റ്റാറ്റസ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡൻ ബാഡ്ജ് എന്ന് പറയുന്നത് വിപിൻ മെഹ്റ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലുള്ള ഒരു സാറാണ്. അദ്ദേഹം അത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ പോയി. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഗോൾഡ് ബാഡ്ജ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ ഓരോ വർഷവും അസസ്മെൻ്റ് എടുക്കണം, അതായത് എബ്രോഡ് അസൈൻമെൻറ്റ് എടുക്കണം. ഫോറിൻ റെഫറിയുടെ കയ്യിൽ നിന്ന് അസസ്മെൻ്റ് എടുക്കണം, അതായത് 85% മാർക്ക് നമ്മളുടെ അസസ്മെൻറ്റിൽ വേണം. അപ്പോൾ അവർ ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റ് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് അവർ അസസ് ചെയ്യും നമ്മളുടെ ഓരോ മാച്ചസും, നമ്മളുടെ ബിഹേവിയർ, ഡിസിപ്ലിൻ, ഹൗ വി വാക്ക്, ഹൗ വി ബിഹേവ്, ഹൗ വി പോസ്റ്റർ എങ്ങനെയാണ്, ഇതെല്ലാം ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റ് നമ്മളുടെ കോൾ ഏരിയയിൽ, അതുപോലെ തന്നെ ടേബിളിൽ ഇരിക്കുന്ന FOPയിൽ എങ്ങനെയായിരിക്കും, പ്ലെയേഴ്സുമായിട്ടുള്ള മിംഗ്ലിങ് എങ്ങനെയായിരിക്കും, ഇതെല്ലാം അവർ അസസ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് മാർക്ക് ഇടുന്നത്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ ഗോൾഡ് ബാഡ്ജ് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ആവും, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ലോവർ സ്റ്റാറ്റസിലേക്ക് മാറിപ്പോകും. ഗോൾഡ് ബാഡ്ജ് ആകുമ്പോൾ നമുക്ക് ഫെർദർ ഓപ്പർച്യൂണിറ്റീസ് എബ്രോഡും അതുപോലെ ഒളിമ്പിക്സിൽ ലെവൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഇനി 4 വർഷം കഴിയുമ്പോഴത്തേനും കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ ഒഫീഷ്യേറ്റിംഗ് ലെവലിൽ നമുക്ക് പല പല ഹൈറാർക്കിയൽ ലെവൽസ് ഉണ്ട്. ലൈക്ക് നാഷണൽ അമ്പയേഴ്സ്, ഇൻ്റർനാഷണൽ അമ്പയേഴ്സ്, പിന്നെ ബ്ലൂ ബാഡ്ജ്, പിന്നെ ഗോൾഡ് ബാഡ്ജ്. ഗോൾഡ് ബാഡ്ജ് എന്ന് പറയുന്നത് ഇതിൽ ഹയസ്റ്റ് ലെവലായിട്ടാണ് വരുന്നത്. ഞാൻ എൻ്റെ ഇൻ്റർനാഷണൽ അമ്പയർ പാസ്സായത് 2012-ലാണ്. അപ്പോൾ അന്ന് ഞാൻ പ്ലെയറും ആയിരുന്നു. അപ്പോൾ അതിനുശേഷം അങ്ങനെ പെട്ടെന്ന് ഒരുപാട് ഇവൻറ്റ്സ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഇടയ്ക്ക് സ്റ്റേറ്റ് ലെവലിൽ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ 2017-18 കാലഘട്ടങ്ങളിലാണ് കുറച്ചുകൂടെ അമ്പയറിങ് ഫീൽഡിലേക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കയറിയത്. 2019-ൽ ബ്ലൂ ബാഡ്ജ് ഒരു ലെവലിലേക്ക് കയറാൻ പറ്റി 2019-ൽ. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഗോൾഡ് ബാഡ്ജ് സ്റ്റാറ്റസിലേക്ക് വന്നത്. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു, എനിക്ക് അമ്പയർ ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്ക് പേടിയാണ്. കാരണം റൂൾസ് നമ്മൾ തറവായിരിക്കണം. അപ്പം ഓൾ ഓഫ് എ സഡൻ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ആ റൂൾ അപ്ലൈ ചെയ്യണം. നമ്മൾ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, റൂള് ബുക്ക് പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ആ സിറ്റുവേഷനിൽ ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു പേടിക്കണ്ട, ഇങ്ങനെയാണ്. പിന്നെ അദ്ദേഹം ഓൾറെഡി ഇൻ്റർനാഷണൽ അമ്പയറാണ്, എന്നെക്കാളും മുമ്പേ ഇൻ്റർനാഷണൽ അമ്പയർ പാസ്സായിട്ടുള്ളതാണ്. പിന്നെ അപ്ഡേറ്റഡ് ആണ് റൂൾസിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിനെ കൺസൾട്ട് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ പപ്പ എന്ന് പറയുന്നത് അവരും സ്പോർട്സ് ഫീൽഡിലുള്ളതാണ്. അപ്പോൾ അവർ പണ്ടത്തെ ഇൻ്റർനാഷണൽ അത്ലറ്റ്സാണ് രണ്ടുപേരും. അമ്പയർ ലെവലിലേക്ക് അങ്ങനെ ഒരു തീരുമാനം, ഒരു ആലോചന പോലും ഇല്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ കുട്ടികൾ കളിച്ച് തുടങ്ങി, അവരൊരു ലെവലിൽ കളിക്കാൻ തുടങ്ങിയപ്പം ഹസ്ബൻഡും കുട്ടികളും കളിക്കാൻ പോകാൻ തുടങ്ങി. അവരെല്ലാം നാഷണൽ ചാമ്പ്യൻഷിപ്പും അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായി പോകും. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്ന് എനിക്കും ആകെ ഒരു ഇതായി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ ഇരിക്കണ്ട, എന്തായാലും ഇത്രയും കാലം കളിയിൽ ഉണ്ടായിട്ടുള്ളതല്ലേ, ഒരു കാര്യം ചെയ്യും, ഒഫീഷ്യേറ്റിങ്ങിൽ വെറുതെ ഒരു ഫോർ എൻജോയ്മെൻറ്റ് ഒഫീഷ്യേറ്റിങ്ങിൽ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അമ്പയറിലേക്ക് കാലെടുത്ത് വെച്ചത്. അപ്പം വച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് ഗണേശൻ എന്ന് പറഞ്ഞാണ്. പുള്ളി ഏഷ്യൻ അമ്പയർസ് കമ്മിറ്റിയിലെ ചെയർമാനാണ്, അതുപോലെ തന്നെ ഏഷ്യൻ കോമ്പറ്റീഷൻ മാനേജറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസോടുകൂടിയാണ്, അദ്ദേഹമാണ് പറഞ്ഞത് അമ്പയർസിൽ ഇതുപോലെ സ്കോപ്പുണ്ട്, സാധ്യതകളുണ്ട്. പിന്നെ അമ്പയറിങ് ഫീൽഡിലാവുമ്പോൾ അത് എബ്രോഡ് അസൈൻമെൻറ്റ്സ്, അവിടെ നമ്മളുടെ പേരിൻ്റെ കൂടെ ഫ്രം ഇന്ത്യ എന്ന് വിളിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ്, അതാണ് ഏറ്റവും മെമ്മറബിളായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഡർബനിലായിരുന്നു തോന്നുന്നു, ലൈക്ക് വേൾഡ് ക്ലാസ് ടോപ്പ് പ്ലെയേഴ്സിൻ്റെ കളി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേരിപ്പം നല്ല ആരുടെയാണെന്ന് കളിയെന്ന് ഓർമ്മ വരുന്നില്ല, പാട്രിക്കിൻ്റെയോ ലിൻഷിഡോങ്ങിൻ്റെ എന്തോ കളിയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു എഡ്ജ് ബോൾ വന്നു. അപ്പം നോർമലി നമ്മൾ
വലിയ ഒരു കളിയുള്ള പ്ലെയേഴ്സ് ആകുമ്പോഴത്തേനും ഒന്ന് ഇതാവും, കറക്റ്റായിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യണം. അപ്പം എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന അമ്പയർ എന്ന് പറയുന്നത് ദർബനി എന്നുള്ളൊരു ഇൻ്റർനാഷണൽ അമ്പയറായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ സൈഡിലായിരുന്നു ആ എഡ്ജ് ബോൾ വന്നത്. സോ എനിക്കത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, എഡ്ജ് ആയിരുന്നോ അല്ലേന്ന്. സോ അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കണം എന്താണെന്നുള്ളത്, കാരണം ആ സൈഡിലുള്ള ഡിസിഷൻ അസിസ്റ്റൻ്റ് അമ്പയറാണ് പറയേണ്ടത്. അപ്പോൾ എനിക്കൊരു മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു, അദ്ദേഹം അത് കണ്ടോ, കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കുമോ എന്നുള്ളത്. കാരണം എല്ലാം ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം അത് കറക്റ്റായിട്ട് ടച്ചാണ് എന്നുള്ളത് പറഞ്ഞു. അല്ല, ടച്ച് അല്ല എന്നുള്ളത് പറഞ്ഞു. ആക്ച്വലി അത് ടച്ച് അല്ലായിരുന്നു. അപ്പം ടച്ച് അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പ്ലെയേഴ്സ് കൺഫ്യൂസ്ഡ് ആയി, ടച്ചാണ് അവരൊരു ആർഗ്യുമെൻറ്റിലേക്കുള്ളൊരിതിൽ. പക്ഷെ നമ്മൾ അസിസ്റ്റൻ്റ് അമ്പയറുമായിട്ട് എപ്പോഴും ആ ഒരു കോർഡിനേഷനിൽ പോകും. കാരണം അദ്ദേഹം ടച്ച് അല്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ പിന്നെ എനിക്കതിനെ ഓവർ റൂൾ ചെയ്യേണ്ട കാര്യമില്ല. സോ അങ്ങനെ ചില ക്രൂഷ്യൽ മൂമെൻറ്റ്സ് പലപ്പോഴായിട്ട് നമുക്ക് വരാറുണ്ട്. അമ്പയർ ആസ് എ റെസ്പോൺസിബിൾ ആയിരിക്കും. പ്ലെയറിനെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. ഈ ഒരു റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ടേബിളിലേക്ക് കളിക്കാൻ വരുന്ന പ്ലെയേഴ്സിന് അവരുടെ ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഗെയിം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എൻ അമ്പയർ അവരുടെ ഒരു ചാലഞ്ച് വരുന്നത്. അപ്പോൾ പ്ലെയർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവരുടെ ബിഹേവിയർ എങ്ങനെയാകാം എന്ന് നമുക്ക് ഒരു ചെറിയൊരു അസസ്മെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്ലെയറിനെ കൺട്രോൾ ചെയ്ത് കളി നല്ല രീതിയിൽ സ്മൂത്തായിട്ട്, അപ്പോൾ ഓഡിയൻസിനായാലും കാണുന്നവർക്കായാലും നമ്മൾ അവരെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതാണ് എന്നൊരു ഫീലിംഗ് വരരുത്. നമ്മൾ അമ്പയർ അവിടെ ഇരിക്കുക, പ്ലെയേഴ്സ് അവരുടെ രീതിയിൽ കളിക്കുക, ബട്ട് ഗെയിം ആസ് എ ഹോൾ നമ്മൾ കൺട്രോൾ ചെയ്ത് റൂൾസിൻ്റെ അകത്ത് തന്നെ നിന്നുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഒരു അമ്പയറിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. ആസ് എ പ്ലെയർ നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാം. ഞാനിപ്പോൾ വന്ന് കളിക്കുന്നു, ഒരു ബോൾ തട്ടി എറിയുന്നു, അല്ലെങ്കിൽ ചവിട്ടുന്നു, പൊട്ടിക്കുന്നു, ദേഷ്യം കാണിക്കുന്നു, കരയുന്നു, ചിരിക്കുന്നു, ടേബിളിൽ കയറി നിന്ന് നമ്മളുടെ എക്സ്പ്രഷൻസ് ഇതാവുന്നു. പ്ലെയറിൽ നിന്നും ഒരു അമ്പയറിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ അത് ഇച്ചിരി പാടുള്ളൊരു ഫീൽഡാണ്. ടേബിൾ ടെന്നീസ് എന്ന് പറയുന്ന കളിയെ സംബന്ധിച്ച് അത് കോൺസെൻട്രേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഗെയിമാണ്, റിഫ്ലെക്സ് ആക്ഷനുള്ള ഗെയിമാണ്. അപ്പം ഏതൊരു ചെറിയ പ്രായത്തിൽ കുട്ടികൾ തുടങ്ങുവാണെങ്കിൽ അവർ ഒരു ഏജ് കഴിയുമ്പോഴത്തേനും അവരുടെ ബ്രെയിൻ ഫങ്ഷൻസും അതുപോലെ തന്നെ ഫിസിക്കൽ ഫങ്ഷൻസും എല്ലാം ഒരുപോലെ നല്ല രീതിയിലാവുന്നതാണ്. അപ്പം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ ബെനിഫിഷ്യലും ആയിട്ടുള്ളൊരു ഗെയിമാണ് ടേബിൾ ടെന്നീസ് എന്ന് പറയുന്നത്. പണ്ടത്തെ കാലഘട്ടങ്ങളിലൊന്നും, നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല. സമയം കളയണമെങ്കിൽ ഇതുപോലെ കളി തന്നെയാണ് ആശ്രയം. അപ്പോൾ ഒരു കളിയിൽ ആ ഒരു നമുക്ക് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരാളും വഴിതെറ്റി പോകത്തില്ല. കഴിഞ്ഞ ഒരു 2 കൊല്ലം 3 കൊല്ലത്തിനിടയ്ക്കാണ് നമ്മുടെ ടേബിൾ ടെന്നീസ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഒരു എല്ലാവരും നോക്കി കാണുന്നൊരു ഫീൽഡായിട്ട് മാറിയത്. ബിക്കോസ് ഓഫ് ശരത് കമൽ, മാണിക ബത്ര, അതുപോലെ ഇപ്പോൾ നമ്മളുടെ ശ്രീജ അക്കുള, ഇവരൊക്കെ വേൾഡിൽ നല്ലൊരു പൊസിഷനിലേക്ക് വളരെ ടോപ്പ് ലെവലിലുള്ള പ്ലെയേഴ്സിനെ അവർ അട്ടിമറിക്കുകയും പല ഇൻ്റർനാഷണൽ ഇവൻറ്റ്സിന് അവർക്ക് വിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഭാവിയിൽ ഒളിമ്പിക്സിലേക്ക് കേരളത്തിൽ നിന്നും ഒന്നിൽ കൂടുതൽ പ്ലെയേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷന് സാധ്യതകളുണ്ട്. പ്രണയവിവാഹമായിരുന്നു. ചെറുപ്പം തൊട്ടേ ആളുടെ കളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആളെപ്പോഴും ടൂർണമെൻറ്റിന് പോയി കഴിഞ്ഞാൽ ആളുടെ ഈവൻറ്റും വിൻ ചെയ്യും, അതിൻ്റെ മുകളിലത്തെ കാറ്റഗറിയും വിൻ ചെയ്യും, അതിൻ്റെ മുകളിലത്തെ കാറ്റഗറിയും വിൻ ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് മാക്സിമം മെഡലും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടീം കളിക്കുന്ന സമയത്തും പല ക്രൂഷ്യൽ മാച്ചസും ഒക്കെ എടുക്കുന്നു. അപ്പം എനിക്കൊരു അഫെക്ഷൻ, ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നൊരു റിലേഷനിലേക്ക് മാറിയതിൻ്റെ ഒരു മെയിൻ കാരണം പുള്ളിക്കാരിയുടെ കളിയും ആ പെർഫോമൻസും ഒക്കെയാണ്. പുള്ളിക്കാരിക്ക് ഒരു 9 വയസ്സും എനിക്കൊരു 10 വയസ്സ് ഉള്ള സമയം തൊട്ട് ഞങ്ങൾ ഇതുവരെയും ടച്ച് ഔട്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരി ഇതുപോലെ എക്സൽ ചെയ്ത് പോവുക, മുകളിലോട്ട് പോകണം, ഒളിമ്പിക്സ് ഒഫീഷ്യേറ്റ് ചെയ്യണം, അതൊക്കെ പുള്ളിക്കാരിക്കാലും അതിൻ്റെ ആഗ്രഹവും ഇതും എൻ്റെതാണ്. ഗോൾഡൻ ബാഡ്ജ് കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര പ്രൗഡും ഭയങ്കര അഭിമാനം. എനിക്കറിയാം എൻ്റെ അമ്മ എല്ലാം ചില്ലായിരിക്കും, അമ്മയ്ക്ക് എന്തായാലും കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. റാക്കറ്റ് പിടിക്കുന്നത് എപ്പോഴും ഒരു ഹരമാണ്. ആ റാക്കറ്റ് കയ്യിലുള്ളപ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ഏത് സ്ട്രെസ്സാണെങ്കിലും, ഇപ്പോൾ ഒരു പരീക്ഷ ആണെങ്കിൽ കൂടി നമ്മളൊരു
15 മിനിറ്റ് കളിക്കുമ്പോഴത്തേനും കിട്ടുന്ന ആ ഒരു എനർജി, നമ്മളുടെ കളിക്കുന്ന മിക്ക പ്ലെയേഴ്സും അത് തന്നെയാണ്. നാളെ പരീക്ഷയാണോ മറ്റന്നാൾ പരീക്ഷയാണോ പബ്ലിക് എക്സാമാണോ അവർ വന്ന് കളിച്ചിട്ട് പോകും. കാരണം അതൊരു എനർജി ബൂസ്റ്ററാണ്. നന്നായിട്ട് കളീനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈ പറയുന്ന കണക്ക് ലഹരിയാണ്.